ഹലോ ഡിയേഴ്സ്, വെൽക്കം. ഐ ആം റീന മാർട്ടിൻ. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ പെറ്റൽസ് റെഡിയാക്കാം. നമുക്കതിന് വേണ്ടി ഐവറി കളറിലുള്ള ഫോം ഷീറ്റാണ് എടുക്കുന്നത്. 0.8 mm ആണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. എന്നിട്ട് നമ്മളതിനെ 1.25 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഫ്ലവർ ഷേപ്പിലുള്ള കുക്കി കട്ടർ എടുത്തിട്ട് അതിന് ഇംപ്രഷൻ കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇംപ്രഷൻ കൊടുത്തിട്ട് നമുക്കതിനെ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ടേബിളിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇംപ്രഷൻ എടുത്താലും മതിയാവേ. കുക്കി കട്ടർ വെച്ച് നമ്മൾ റെഡിയാക്കുമ്പോൾ നമുക്കൊരു 11x14 ഇഞ്ചിൻ്റെ ഷീറ്റിൽ നിന്ന് 100 പെറ്റൽസ് കിട്ടും. ഇനി നമുക്ക് വേറൊരു രീതിയിൽ ഫ്ലവർ ഹോൾ പഞ്ച് യൂസ് ചെയ്തും കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ചിൻ്റെ കട്ടറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. നമുക്ക് ഇതിൽ ഈ ഒരു ഷീറ്റിൽ നിന്ന് 11x14 ഇഞ്ചിൻ്റെ ഷീറ്റിൽ നിന്ന് ഒരു 60 പീസോളം നമുക്ക് കിട്ടും. മുല്ലപ്പൂവിൻ്റെ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ മാലയും കൂടെ കോർക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എടുത്ത് കാണണം കേട്ടോ. പെറ്റൽസ് റെഡിയായ ഉടനെ തന്നെ നമ്മളൊരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് നമ്മൾ ഓരോ പെറ്റൽസായിട്ട് അതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഷ്രിങ്കായിട്ട് വരും. ഷ്രിങ്കായിട്ട് വരുമ്പോൾ തന്നെ നമ്മളതിനെ ഷേപ്പ് ചെയ്തെടുക്കണം. അത് കൈയൊന്നും പൊള്ളാതെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മളുടെ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.